ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കേറെ സുപരിചിതമായ ഗാഡലൂപ്പയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രത്തിന് സമാനമായി ശാസ്ത്രത്തിന് ഇന്നും വിശദീകരിക്കാനാവാത്ത മറ്റൊരു അത്ഭുത ചിത്രം കൊളംബിയയിലുണ്ട്. അവർ ലേഡി ഓഫ് ലാസ് ലാജസ് എന്നറിയപ്പെടുന്ന ഈ ചിത്രം ഒരു ഗുഹയിലെ പാറയിലാണുള്ളത്. 1754 മരിയ എന്ന സ്ത്രീയും സംസാരിക്കാൻ ശേഷിയില്ലാത്ത അവരുടെ മകൾ റോസയും കൊളംബിയയിലെ മലനിരകളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നുണ്ടായ കനത്ത കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷ നേടാൻ അവർ അടുത്തുള്ള ഒരു ഗുഹയിൽ അഭയം തേടി. അവിടെ വെച്ചാണ് ജന്മനാ സംസാരശേഷിയില്ലാത്ത റോസ ആദ്യമായി സംസാരിച്ചത്. അതാ ഒരമ്മയും കുഞ്ഞും എന്ന് റോസ വിളിച്ചു പറഞ്ഞു. എന്നാൽ മരിയ ആ സ്ത്രീയെ കണ്ടില്ല. പക്ഷെ തൻ്റെ മകൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുമെന്ന് കണ്ട അവൾ അത്ഭുതപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം റോസയെ ഗ്രാമത്തിൽ നിന്ന് കാണാതായി. തൻ്റെ കുട്ടിയെ അന്വേഷിച്ചവർ പാറക്കെട്ടുകളുടെ അടുത്തെത്തി. അപ്പോഴാണ് ഒരു കൊച്ചുകുട്ടിയുമായി റോസ കളിക്കുന്നതും സമീപത്തായി കുഞ്ഞിൻ്റെ അമ്മ നിൽക്കുന്നതുമായി മരിയ കണ്ടത്. യഥാർത്ഥത്തിൽ അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിരുന്നു. മരിയയും മകളും ഈ സംഭവം രഹസ്യമായി സൂക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷെ പലപ്പോഴും പാറക്കെട്ടുകളിലേക്ക് പ്രാർത്ഥിക്കുവാനും മാതാവിൻ്റെ മാധ്യസ്ഥം ചോദിക്കുവാനും അവർ പോകുമായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം കൊച്ചു റോസ പെട്ടെന്ന് രോഗബാധിതയായി മരിച്ചു. ദുഃഖിതയായ മരിയ റോസയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ മാതാവിനോട് അപേക്ഷിക്കാൻ തൻ്റെ മരിച്ചുപോയ മകളെ മലയിടുക്കിലേക്ക് കൊണ്ടുപോയി. അത്ഭുതകരമായി റോസ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് മരിയ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ജീവനോടെ റോസ തിരികെ വന്നത് ആളുകൾ കണ്ടു. നടന്നതെല്ലാം മരിയ വിശദീകരിച്ചപ്പോൾ കൊച്ചു റോസ അത്ഭുതകരമായി സംസാരശേഷി വീണ്ടെടുത്ത മരണത്തിൽ നിന്നുപോലും തിരിച്ചു വന്ന ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാനുള്ള അവരുടെ താല്പര്യം വർദ്ധിച്ചു. ആ സ്ഥലം കാണാൻ ഗ്രാമവാസികൾ മരിയയും റോസയെയും പിന്തുടർന്ന് മലയിടുക്കിലേക്ക് പോയി. അവർ അവിടെ ചെന്നപ്പോൾ പാറയിൽ മാതാവിൻ്റെ മനോഹരമായ ഒരു ചിത്രം കണ്ടു. മരിയയോ റോസയോ ആ ചിത്രം മുൻപ് അവിടെ കണ്ടിരുന്നില്ല. ആരാണ് അത് വരച്ചതെന്നോ അത് എവിടെ നിന്നാണോ വന്നതെന്നോ ആർക്കും അറിയില്ലായിരുന്നു. ഇതാണ് ലാസ് ലാജസ് മാതാവിൻ്റെ അത്ഭുത ചിത്രത്തിൻ്റെ ഉത്ഭവമായി കരുതപ്പെടുന്നത്. ഈ ചിത്രത്തെക്കുറിച്ച് പഠനം നടത്തിയ ജർമ്മൻ ഭൗമശാസ്ത്രജ്ഞർ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. സാധാരണ ചിത്രങ്ങൾ പാറയുടെ ഉപരിതലത്തിൽ ചായം ഉപയോഗിച്ചാണ് വരയ്ക്കാറുള്ളത്. എന്നാൽ പാറയുടെ ഉപരിതലത്തിൽ ചായങ്ങളോ മഷിയോ മറ്റോ നിറക്കൂട്ടുകളോ ഉപയോഗിച്ചതിൻ്റെ യാതൊരു അടയാളവും കണ്ടെത്താനായില്ല. ശാസ്ത്രജ്ഞർ പാറ തുരന്ന് പരിശോധിച്ചപ്പോൾ ഈ ചിത്രം വെറുമൊരു ഉപരിതല ചിത്രമല്ല എന്നും മറിച്ച് ചിത്രത്തിൻ്റെ നിറങ്ങൾ പാറയ്ക്കുള്ളിലേക്ക് ഏകദേശം 3 അടിയിലധികം ആഴത്തിൽ വ്യാപിച്ചു കിടക്കുന്നതായും കണ്ടെത്തി. ഉണ്ണീശോയെ കൈകളിലേന്തിയ മാതാവിനൊപ്പം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ ഡൊമിനിക്കും പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്നതാണ് ഈ അത്ഭുത ചിത്രത്തിലുള്ളത്. ഈ അത്ഭുത ചിത്രം സ്ഥിതി ചെയ്യുന്ന ഗുഹയെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1916 1949 ഇടയിൽ പണി കഴിപ്പിച്ച ഗോത്തിക് ശൈലിയിലുള്ള ബസിലിക്ക ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ദേവാലയങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഗുവാറ്റാര നദിക്ക് കുറുകെ 100 അടി ഉയരമുള്ള പാലത്തിന് മുകളിലായാണ് ഈ ദേവാലയം നിൽക്കുന്നത്. ഇന്നും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഈ അത്ഭുത ചിത്രം കാണുവാനും പ്രാർത്ഥിക്കുവാനും കൊളംബിയയിലെത്തുന്നത്.